ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പം നമ്മുടെ 10th ലെവൽ പ്രിലിംസ് എക്സാം എത്തിയിരിക്കുകയാണ്. പ്രിലിംസ് അപ്പോൾ ഇനി ഹാൾ ടിക്കറ്റൊന്നും വന്നിട്ടില്ല. എന്തായാലും 2 ദിവസം, ഒന്ന് ജൂലൈ 18-ന് അന്ന് 2 എക്സാമാണുള്ളത്, ഓഗസ്റ്റ് 1-ന് 2 എക്സാമാണുള്ളത്, രാവിലെയും ഉച്ചയ്ക്ക്. ഡിഗ്രി പ്രിലിംസിന് ഞാൻ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്താണ് പഠിച്ചത്. അത്രയും ഒരു എഫേർട്ട് എനിക്ക് ഈ 10th പ്രിലിംസിന് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് പകരം ഞാൻ ചെയ്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തു. ഒരുപാട് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് ബെസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റിപ്പീറ്റായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെമിസ്ട്രി എടുത്താൽ തന്നെ അയിരുകളാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അയിരുകൾ ഫുള്ളും പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്സും ഇംഗ്ലീഷും ഡിഗ്രി പ്രിലിംസിന് നോക്കിയിട്ടുള്ളതുകൊണ്ട് മലയാളം അതൊക്കെ റിവിഷനാണ് ചെയ്യുന്നത്. മലയാളം ഏകദേശം റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മൾ എന്നാലും ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. അയ്യോ, ഇതിൻ്റെ ആൻസർ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എത്രത്തോളം റിവിഷൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇത് കുറച്ച് ബുക്സാണ്. ഇതൊക്കെ ഞാൻ ആസ്ത അക്കാഡമിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് 70-80 ആ റേറ്റിലാണ്. ഇതിനോടൊപ്പം മലയാളം ബുക്കും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചതാണ്. മലയാളത്തിൽ ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ കുറേ യൂസ്ഫുള്ളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ കണ്ട് നമുക്ക് മലയാളം ഒരുവിധം ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒന്നും പഠിക്കാത്തവരെന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വീഡിയോ ക്ലാസ് കാണുന്നതും കേൾക്കുന്നതുമാണ് ബെറ്ററെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യമൊക്കെ PSC എക്സാമിന് പഠിക്കുന്ന സമയത്ത് എനിക്കെല്ലാം ഒരു തമാശ രീതിയിലാണ് ഞാൻ പഠിക്കുന്നത്. കാരണം എനിക്ക് എല്ലാവരും PSCക്ക് പഠിക്കുന്നു, അതുകൊണ്ട് ഞാനും പഠിക്കുന്നു എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഈ ഒരു 2 ഇയേഴ്സിന് ഇപ്പുറത്തോട്ടാണ് ഞാനൊന്ന് നന്നായിട്ട് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതും ഒന്ന് കറക്റ്റ് പാറ്റേൺ ഫോളോ ചെയ്ത് വന്നപ്പോൾ മാർക്കിലും വ്യത്യാസം വന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നത്. മാത്സ് ചെയ്ത് പഠിക്കുക, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, നന്നായിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് ടെൻസിലൊക്കെ ഞാൻ പിറകെയുള്ള ഒരാളായിരുന്നു. ഇപ്പം ഞാൻ ഒത്തിരി ഫ്രണ്ടിലേക്ക് വന്ന് ക്ലാസ്സസൊക്കെ കേട്ടിട്ട് തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ ബുക്കാണ്. ഇതിപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ബുക്കാണ്. ഞാനിപ്പോൾ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് ബാക്ക് ക്യാമറ വഴി ഇതിനെ കറക്റ്റായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഭരണഘടന. ഞാൻ ആസ്ത അക്കാഡമിയിൽ നിന്ന് തന്നെയാണ് ഇത് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്ത്. 150 പേജാണുള്ളത്. റേറ്റ് 100 ആണെന്ന് തോന്നുന്നു. കോംബോ ഓഫർ ഉണ്ടായിരുന്നു. അതായത് OMRും അങ്ങനെ വാങ്ങുമ്പോൾ 100 രൂപയ്ക്കാണ് ഈ ഇന്ത്യൻ ഭരണഘടന എന്ന് കിട്ടിയത്. ഭരണഘടന ഒന്നും നോക്കാതിരിക്കുന്ന ഒരാൾക്ക് ഈ ബുക്ക് നന്നായിട്ട് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ പിന്നെ ആസ്ത അക്കാഡമിയിലെ തന്നെ ക്ലാസ്സുകളൊക്കെ ഞാൻ പണ്ട് ഏറ്റവും ആദ്യം കേട്ടത് ആസ്തയുടെ ക്ലാസ്സാണ് കേട്ടോ. അങ്ങനെ കേട്ടിട്ട് ഇതൊക്കെ വായിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാകും. ലോകചരിത്രം ഫുള്ളും ഞാൻ ആസ്ത അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ് കണ്ടതിന് ശേഷം ഈ ബുക്കും കൂടി വായിച്ചു. അപ്പോൾ കുറച്ചും കൂടി യൂസ്ഫുള്ളായി. അതുപോലെ തന്നെ ലക്ഷ്യയുടെ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക്സ് ഞാൻ ഒന്നും നോക്കാതെയാണ് എക്സാമിനൊക്കെ പോയത്. അപ്പോൾ എനിക്ക് ഡിഗ്രി ലെവലിന് ഇത് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി വായിക്കുന്നത്. അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ ഞാനിത് OMR ബുക്കാണ്. അതായത് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ വെറുതെ ഒന്ന് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്ത് മാർക്കൊക്കെ ഞാൻ തന്നെ ഇടാറുണ്ട്. അതൊക്കെയാണ് കോംബോ ആയിട്ട് വാങ്ങിച്ചപ്പോൾ 70 രൂപയ്ക്ക് കിട്ടിയത്. ഇത് കേരള കറണ്ട് അഫെയർ ആണ്. അപ്പോൾ കേരള PSCക്ക് ചോദിക്കുന്ന 2023, 24, 25 നമ്മൾ 26 കൂടെ അപ്ഡേറ്റ് ചെയ്യണം. ഓരോന്ന് ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കറണ്ടായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതൊന്നും കറക്റ്റ് ആയിരിക്കില്ല ഇത് നോക്കി പഠിച്ചാലുള്ളത്, വകുപ്പുകളും വ്യക്തികളും ഒക്കെ. പിന്നെ ഇതാണ് ഈ ബുക്കുകൾ. ഇത്രയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഞാൻ പഠിക്കാൻ ചൂസ് ചെയ്യുന്ന സമയം കൂടുതലും രാവിലെ എനിക്ക് പഠിക്കാറുണ്ട്. ഞാൻ നേരത്തെ ഉറങ്ങുന്ന ഒരാളാണ്. ഒരു 10 മണിയൊക്കെ ഉറങ്ങും. എന്നിട്ട് രാവിലെ എനിക്ക് പഠിക്കും. ചിലപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് അതായത് കവർ ചെയ്യാൻ പറ്റില്ല അത്രമാത്രം ഉണ്ടെങ്കിൽ രാത്രി കുറേ നേരം ഇരുന്നും പഠിക്കാറുണ്ട്. അതൊക്കെ എൻ്റെ ഒരു ഹെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത്ര മണിക്കൂർ ഈ സമയം പഠിക്കും ആ സമയം പഠിക്കും എന്നൊന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതാണ് ഈ ബുക്സ്. അപ്പോൾ ഈ ബുക്കിലൊക്കെ ഞാൻ കുറച്ച് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട്, അതായത് കറണ്ടായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഈ ബുക്കിൽ ട്രിക്ടേണിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. മാത്സ് അല്ല, നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ നോട്ടായിട്ട് എഴുതുന്നത്. ട്രിക്ടേണിൻ്റെ PDF നോട്ട് ഉണ്ട് നമുക്ക്. നമ്മളെ ടെലഗ്രാം ചാനലിൽ ട്രിക്ടേണിൻ്റെ PDF നോട്ട് കിട്ടും. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു
യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് വായിക്കാൻ നോട്ട് എഴുതുന്ന സമയം വേസ്റ്റാണ്. എന്നാലും ഇടയ്ക്കുള്ള കറക്റ്റ് ചില പോയിൻറ്റ്സൊക്കെ മിസ്സായി പോകാതിരിക്കാൻ വേണ്ടി നമുക്കിങ്ങനെ എഴുതാം. പിന്നെ ചില കാര്യങ്ങൾ ഞാൻ പണ്ട് പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ തന്നെ സെർച്ച് ചെയ്ത് യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പം എനിക്കിത് ഏറ്റവും യൂസ്ഫുൾ റാങ്ക് ഫയലിനേക്കാളും എനിക്കൊരു യൂസ്ഫുള്ളായിട്ട് തോന്നിയത് എൻ്റെ പ്രിൻ്ററാണ്. എപ്സൻ്റെ പ്രിൻ്ററാണ്, കളർ പ്രിൻ്ററാണ്. എനിക്ക് ഏറ്റവും എളുപ്പം ഇതാണ്. അപ്പോൾ എൻ്റെ ഹാൾ ടിക്കറ്റും എല്ലാം ഞാൻ ഇതിലൊക്കെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെയെന്ന് പറയുന്നത് കിച്ചണിലേക്ക് പണിയൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ക്ലാസ് പഠിക്കാനൊക്കെ. ആ സമയത്ത് നമുക്ക് ഒന്നീ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്പീക്കർ വഴി പഠിക്കാം. സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് പഠിക്കാവുന്നതാണ്. ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാറില്ല. എനിക്ക് തലവേദനയുടെയൊക്കെ ഇഷ്യൂസുണ്ട്, മൈഗ്രെയിനൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്തരം ചില കാര്യങ്ങൾ കൺട്രോളാണ്. കാരണം ഉറക്കം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. ഒരുപാട് സ്ട്രെയിൻ കൊടുത്ത് എഴുതുമ്പോൾ നെക്ക് പെയിനും ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ചില പരിമിതികളുണ്ട്. അതനുസരിച്ചാണ് ഞാൻ പഠിക്കാറ്. പിന്നെ സ്പീക്കർ ഇട്ട് പഠിക്കുമ്പോൾ കുറേ കൂടെ കേൾക്കും. ഞാൻ നവോത്ഥാനം ഫുള്ളും നോക്കുന്നത് എന്താണ് സ്പീക്കർ ഇട്ട് ക്ലാസ് കിട്ടണം. കാരണം നവോത്ഥാനമൊക്കെ ഒരുപാട് വർഷം കൊണ്ട് പഠിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാറില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് പുസ്തകങ്ങളൊക്കെയാണ് നോക്കാറ്. അപ്പോൾ നവോത്ഥാനം നോക്കുന്നതെന്ന് വെച്ചാൽ പുസ്തകങ്ങളാണ്. ഓരോ പുസ്തകങ്ങൾ, ഓരോ സംഘടനകൾ, ഇതൊക്കെ ആരുടെ ഇതിലൊക്കെയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നവോത്ഥാനത്തിൽ നോക്കാറുള്ളത്. എന്തൊക്കെ നമ്മൾ നോക്കിയാലും നോക്കില്ലെങ്കിൽ മാത്സും ഇംഗ്ലീഷും മലയാളവും കുറച്ച് കൂടുതൽ മാർക്ക് എനിക്ക് സ്കോർ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇടയ്ക്ക് ഞാൻ നന്നായിട്ട് PSC ഇങ്ങനെ ഫോളോ ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ ആ സമയത്ത് വെച്ച് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ജനറൽ PSC നോക്കണ്ട, വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് പറ്റി ഞാൻ തന്നെ എൻ്റെ മൈൻഡ് എന്ത് ചെയ്തു മാറ്റി വേറെ ഒന്നിലേക്ക് പോയി. അവിടെ കുറേ സമയം കുറേ വേസ്റ്റായിപ്പോയി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ജനറൽ PSCയിലേക്ക് കയറി വരാൻ എനിക്ക് കുറച്ച് ടൈം എടുത്തു. കാരണം ജോഗ്രഫി, ഹിസ്റ്ററി, കറണ്ട് അഫെയർ, എക്കണോമിക്സ് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നു. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എനിക്ക് സംശയമുള്ളതെന്ന് വെച്ചാൽ ഇംഗ്ലീഷിനോടായിരുന്നു. പക്ഷേ അതൊക്കെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്ത് മെനക്കെട്ടിരുന്നു. ഞാൻ തന്നെ എൻ്റേതായിട്ടൊരു എഫേർട്ട് എടുത്ത് വീണ്ടും കേട്ട് പഠിച്ച് അതിലേക്ക് വരുമായിരുന്നു. കാരണം എല്ലാവർക്കും ജോലി കിട്ടുമ്പോൾ എനിക്കും കിട്ടില്ല എന്നുള്ളൊരു വിഷമോ സങ്കടമോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിലേക്ക് പോയോ എന്തെങ്കിലും മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കേട്ട് ഞാനതങ്ങ് സെറ്റാക്കി അതിലേക്ക് തന്നെ വരും. എന്തൊക്കെ ഉണ്ടെങ്കിലും എന്താണെങ്കിലും പഠനം മുന്നോട്ട് പോകണം, ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്ത് ചെയ്യും, ആ പഠിത്തം അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് അതങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ മഴയാണെങ്കിൽ പുറത്തിരുന്ന് പഠിക്കില്ല. അകത്തിരുന്ന് രാവിലെ പഠിക്കുമ്പോൾ അത്ര എനിക്കൊരു പോസിറ്റിവിറ്റി തോന്നാറില്ല. പുറത്തിരുന്ന് പഠിക്കുന്നതാണ് രാവിലെ ഇഷ്ടം. രാത്രിയും പുറത്തിരുന്ന് എമർജൻസി ലാമ്പ് വെച്ചാണ് പഠിക്കുക. എമർജൻസിയൊക്കെ വെച്ച് പഠിക്കാറുണ്ട്. കാരണമെന്ന് വെച്ചാൽ ആ സൈഡിൽ ഇരിക്കുമ്പോൾ നല്ല ഇരുട്ടാണ്. പക്ഷേ എന്താണ്, തിരക്കുള്ള റോഡിൻ്റെ സൈഡായതുകൊണ്ട് ഒരുവിധം അങ്ങനെയുള്ള പേടി അങ്ങനെയൊന്നുമില്ല. എത്ര നേരം വേണോ നമുക്ക് അവിടെ ഇരിക്കാവുന്നതാണ്. അപ്പോൾ അതൊരു ഹാപ്പിനെസ് കിട്ടാറുണ്ട് അവിടെ. പിന്നെ എന്തെങ്കിലും ചൂട് ചായ, കട്ടൻ അങ്ങനെയൊക്കെ പണ്ട് വയ്ക്കാമായിരുന്നു. ഇപ്പോൾ അതൊന്നും വയ്ക്കാറൊന്നുമില്ല. ഇരുന്ന് പഠിക്കാറുണ്ട്. പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ 2 മണി വരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. മാക്സിമം 2 മണി. ചില റെക്കോർഡ്സൊക്കെ എഴുതാറുള്ള സമയത്തൊക്കെ ഞാൻ 3 മണി വരെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഉറങ്ങിയിട്ട് 7 മണിക്ക് എണീറ്റിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്രയും ഒരു പ്രായം കൂടി വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും ഇപ്പോൾ പറ്റാറില്ല. പിന്നെ ചില കാര്യങ്ങൾ, പിന്നെ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ കുട്ടികളെ നോക്കണം, പഠിക്കണം, അങ്ങനെയുള്ള രണ്ടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അവരെ ഉറക്കിയതിന് ശേഷമുള്ള ടൈം നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുക, അവർ ഉണരുന്നതിന് മുമ്പുള്ള ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്ത് പഠിക്കുക. പിന്നെ കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ സ്പീക്കർ വെച്ച് പഠിക്കുക. ആഫ്റ്റർ മാരേജും ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജ്, കല്യാണത്തിന് മുമ്പ് ഒരുപാട് സമയമുണ്ടായിരുന്നു. ആ സമയമൊന്നും ഞാൻ ഇത്രയും ഒരു എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടില്ല. പക്ഷേ ആ സമയത്തിൻ്റെയൊക്കെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഇപ്പം നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട്. കുഞ്ഞിനെ സ്കൂളിൽ വിടണം, സ്കൂളിൽ വിട്ട് വന്നിട്ട് അവനെ സ്കൂളിലേക്കുള്ളത് പഠിപ്പിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറേ മറ്റു കാര്യങ്ങളുണ്ട്. ആ ബിഫോർ മാരേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, പഠിക്കുക, കഴിക്കുക, കുളിക്കുക, കിടക്കുക, ഉറങ്ങുക, ഇതൊക്കെയായിരുന്നു ആ സമയത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ടൈം എന്ത് ചെയ്തു, വേറെ കുറേ കാര്യങ്ങൾക്കായി സ്പെൻഡ് ചെയ്തു. അതിൽ വിഷമോ സങ്കടമോ ഒന്നും ഉണ്ടെന്നല്ല, ആ സമയം ഞാൻ അതിന് സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ PSC വഴി ഒരു ജോലി കിട്ടുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് വലിയ സങ്കടങ്ങളൊന്നുമില്ല. കാരണം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ളൊരു അന്തസ്സുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഗവൺമെൻറ് ജോലി എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്ഥിരമായിട്ടൊരു വരുമാനമുള്ളൊരു ജോലി, അതായിക്കഴിഞ്ഞാൽ നമ്മൾ സേഫായി എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് അതിലേക്കായിട്ടിരുന്ന് പഠിക്കുന്നു. കുറച്ച് കൂടുതൽ എഫർട്ട് കൊടുക്കുന്നു.
ഏജ് ഓവറാകുന്ന വരെ അതിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടം വേറൊരു ജോലി ചെയ്യും. അപ്പോൾ എന്താണെന്നാലും ഇപ്പോൾ എനിക്ക് ഈ അവസരം PSC ഉള്ളതുകൊണ്ട് അത് മാക്സിമം മുതലാക്കി പഠിക്കാനാണ് ശ്രമിക്കാറ്. അപ്പോൾ ഏറ്റവും ടഫ് ഏതാണെന്ന് എൻ്റെ അടുത്ത് ആരെങ്കിലും പണ്ട് ചോദിച്ചാൽ ഞാൻ പറയായിരുന്നു ഇംഗ്ലീഷും മാത്സും ആണെന്ന്. കാരണം എനിക്ക് കണക്കിന് 0 വരെ ഏറ്റവും കുറവ് എനിക്ക് കണക്കിന് കിട്ടിയിട്ടുള്ളത് 3 മാർക്കായിരുന്നു. ആ 3 മാർക്ക് പിന്നെ എനിക്ക് 80 മാർക്കിനോളം കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുക്കുന്ന എഫേർട്ടാണ്. പഠിക്കാനായിട്ട് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു. എനിക്ക് വെട്ടി ചെയ്യാൻ പോലും അറിയാത്ത ഒരാളായിരുന്നു. അതിനൊക്കെ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിരുന്നു വെട്ടി ചെയ്യാൻ പഠിച്ചു. അങ്ങനെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇംഗ്ലീഷിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു. ടെൻസൊക്കെ പഠിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിലെന്താണ്, ചില സ്പെല്ലിങ്ങൊക്കെ കറക്റ്റ് സ്പെല്ലിങ് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ എനിക്ക് തെറ്റാറൊക്കെ ഉണ്ട്. സ്പെല്ലിംഗ് ഒന്നും അത്ര എല്ലാ വാക്കുകളും സ്പെല്ലിങ്ങൊന്നും കറക്റ്റായിട്ട് എനിക്കറിയില്ല. അതൊക്കെ തെറ്റാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ തന്നെയാണ് എന്നെ മാറ്റിയത് എന്നൊരു വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് കുറച്ചും കൂടി മാറാൻ എനിക്ക് പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടി മാർക്ക് കൂട്ടി മുന്നിലേക്ക് വരാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഞാൻ ഇതിനേക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം പുറത്തിരുന്ന് എനിക്ക് പഠിക്കാൻ ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്ന സ്ഥലമാണിത്. ഇവിടെ ഈ രാത്രിയായിരുന്നാലും പകലായിരുന്നാലും ഞാൻ ഇവിടെ തന്നെയാണ് ഇരുന്ന് പഠിക്കുന്നത്. പകലെന്ന് ഉദ്ദേശിച്ചത് പകലെന്ന് പറയുന്നത് വെയിൽ വരുന്നതിന് മുമ്പാണ്, അതായത് വെളുപ്പാൻ കാലത്ത് രാവിലെ. അപ്പോൾ രാവിലെ ആയിരുന്നാലും രാത്രി ആയിരുന്നാലും ആകാശം നോക്കുമ്പോൾ നല്ല നക്ഷത്രങ്ങളാണ്. ഈ സമയം ഞാൻ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ക്ലാസ്സുകൾ കേൾക്കാറാണ് കൂടുതൽ പതിവ്. കാരണം എഴുതുമ്പോൾ ചിലപ്പോൾ എനിക്ക് തലവേദന വരാറുണ്ട്. അപ്പോൾ എഴുതി തലവേദന വരുത്തുന്നതിനും നല്ലത് ഞാൻ തലവേദന വരാതെ നോക്കാറാണ് പതിവ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബിൽ എഴുതാനുള്ള നോട്ടുണ്ടെങ്കിൽ മാത്രം അതൊന്ന് എഴുതി വയ്ക്കും. അല്ലാതെ ക്ലാസ് കേട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും റിവിഷൻ ചെയ്യാനുള്ള ക്ലാസ് ഉണ്ടെങ്കിൽ ആ റിവിഷൻ ക്ലാസ്സും കേട്ടിരിക്കും. അപ്പം നക്ഷത്രങ്ങളെയും കണ്ട് രാത്രിയും പകലും ഒക്കെ സൂര്യൻ ഉദിച്ച് വരുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാറുണ്ട്. വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാറില്ല. അതിനുശേഷം പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം പിന്നെ ഇതുപോലെ അവിടെ ഇരുന്നാണ് ഞാൻ നോട്ടൊക്കെ എഴുതാറ്. അപ്പോൾ എന്ത് ചെയ്തു, ഒരു എമർജൻസി ലൈറ്റ് വെച്ചെങ്കിൽ ലൈറ്റ് അവിടെ ഇടാം. പക്ഷേ എനിക്ക് ഈ വാം ലൈറ്റാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ തന്നെ ഓരോന്ന് വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ് കൂടുതൽ കേൾക്കാറാണ്. എഴുതിയ നോട്ട് വെച്ചിട്ട് ആ ക്ലാസ് കേട്ടിരിക്കും. അപ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് തന്നെ തോന്നാറുണ്ട്. ഇത് ഞാൻ നൈറ്റിലത്തെ വീഡിയോ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നൈറ്റിലെടുത്തതാണ്. ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ് ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കാറുള്ളത്. അപ്പോൾ ലൈറ്റ് ഇതാണ്. ഇതിൻ്റെ ലൈറ്റ് ഞാൻ മാറ്റി വൈറ്റും വാമും ഒക്കെ ആക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കൂടുതൽ കംഫർട്ടായിട്ടുള്ള ലൈറ്റ് വാം ലൈറ്റാണ്. ഇതുപോലത്തെ 1-2 ബുക്കുകൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വെച്ച് തന്നെയാണ് റഫായിട്ട് നോട്ട് എഴുതി പഠിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് മറിച്ച് നോക്കുമ്പോൾ ഒരുപാട് റാങ്ക് ഫയൽ മറിച്ച് നോക്കുന്നത് പോലെ തോന്നുന്നില്ല. പെട്ടെന്ന് നമുക്ക് കറക്റ്റ് പോയിൻ്റ് ഏത് പേജിലാണെന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയാനും പറ്റും. അപ്പോൾ എനിക്ക് ഈ മെത്തേഡ് വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതി ഉപയോഗിക്കുന്നത്. എഴുതി വെച്ചിട്ട് മാത്രം കാര്യമില്ല, കാരണം നമ്മളത് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇടയ്ക്കൊക്കെ അത് മറിച്ച് നോക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ഉപയോഗമുള്ളൂ. ഇപ്പോഴത്തെ തിരക്കെന്ന് പറഞ്ഞാൽ സ്കൂളിൽ വിടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പോഴും ഞാൻ പറയാറുണ്ട്, കിച്ചണിലെ പരിപാടികളൊന്നും എനിക്ക് അധികമില്ല. കിച്ചണിലെ പരിപാടിക്ക് ഹസ്ബൻഡിൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് എന്നെ കിച്ചണിലെ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ കിച്ചൺ ജോലിയിൽ നിന്ന് ഞാൻ കുറച്ച് ഒഴിവായാണ് നിൽക്കാറുള്ളത്. ബാക്കി ക്ലീനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയവും കിട്ടാറുണ്ട്. പേര് പറയുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ബിഫോർ മാരേജ്. നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്ക് എപ്പോൾ എഴുന്നേൽക്കാം, എപ്പോൾ വേണോ പഠിക്കാം, എപ്പോൾ എന്ത് വേണോ ചെയ്യാം. ആഫ്റ്റർ മാരേജ് നമ്മൾ മറ്റൊരു വീട്ടിലാണ്. അപ്പം നമുക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട്. നമുക്ക് എപ്പോൾ വേണോ പഠിക്കാനും ചെയ്യാനും, അതൊക്കെ സത്യമാണ് കേട്ടോ. അപ്പോൾ കല്യാണം കഴിയാത്തവരുണ്ടെങ്കിൽ, കല്യാണം കഴിയാത്ത ആരെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കല്യാണത്തിന് മുമ്പുള്ള ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീട്ടിലാകുമ്പോൾ നമ്മൾ ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇരുന്ന് പഠിക്കുന്നു, വേറൊന്നും ചെയ്യുന്നില്ല എന്നൊരു തോന്നലൊക്കെ മറ്റുള്ളവർക്ക് വരാം. അതിനേക്കാളും നല്ലത് കല്യാണത്തിന് മുമ്പ് നമ്മൾ പഠിച്ചൊരു ജോലി വാങ്ങുന്നതാണ് ബെറ്റർ. എനിക്കന്നത് പറ്റിയില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എനിക്ക് പഠിക്കാം. അപ്പോൾ നാളത്തെ പഠിക്കാനുള്ള സബ്ജക്റ്റ് എന്താണെന്നുള്ള ആലോചനയിലാണ് ഞാനിത്. സബ്ജക്റ്റ് ഏതെന്നുള്ള ടെൻഷനൊന്നും എനിക്കില്ല. ഞാൻ മാക്സിമം നാളെ ജെറിൻ സാറിൻ്റെ റിവിഷൻ നോക്കാനാണ് ഇരിക്കുന്നത്, മാത്സ്. പിന്നെ എന്ത് ചെയ്യണം, എനിക്ക് മലയാളം ഒന്നും കൂടി നോക്കി, ഇംഗ്ലീഷും ഒന്നും കൂടെ നോക്കി അങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കുന്നു നാളത്തെ റിവിഷൻ. പിന്നെ ഓഗസ്റ്റ് 1 ആയിരിക്കും എക്സാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ജൂലൈ 18 എന്നറിയില്ല. ഓഗസ്റ്റ് 1 ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ നൈറ്റ് എടുക്കുന്നൊരു വീഡിയോ ആണ്. അതായത് രാത്രി ഞാൻ പഠിക്കുന്നതിന് മുമ്പുള്ളതും കുറച്ച് പഠിച്ച ശേഷം എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടെന്ന് വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന്, കുറച്ചൊരു ഗ്യാപ്പിന് വേണ്ടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോയും ചാനലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയണേ, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും ആവശ്യം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ